അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമ്മുടെ ഈ കൂടിവരവിലൂടെയും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് സമാധാനം. സ്തോത്രം. നമ്മുടെ സമാധാനം പ്രശ്നരഹിത അവസ്ഥകൾ അല്ല. പ്രശ്നങ്ങളില്ലാതിരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ സമാധാനം. ഇളകി മറിയുന്ന ജീവിതാനുഭവങ്ങളിലും നമുക്ക് സ്വസ്ഥമായിരിക്കാൻ, ദൈവത്തിൽ ആശ വെച്ച് ഇരിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം. സ്തോത്രം. പ്രശ്നങ്ങളുടെ സങ്കീർണത അത് ധാരാളമുണ്ട്. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സങ്കീർണമായതാണ്, ഏറെ വലുതായതാണ്. പക്ഷേ അതിന് നടുവിൽ ദൈവം നമ്മെ ദിവ്യ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു, സൂക്ഷിക്കുന്നു. കൊരിന്ത്യർക്കുള്ള 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നു, അതിന്റെ 8 മുതൽക്കുള്ള വാക്യങ്ങളിൽ, ഞങ്ങൾ സകലത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അടുത്തത്, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. സ്തോത്രം. ഒരു ഭക്തന്റെ ജീവിതാനുഭവമാണ്. ഇതിനൊക്കെയാണ് സമാധാനം എന്ന് പറയുന്നത്. പ്രശ്നമില്ലാത്തയാണോ? സകല വിധത്തിലും ഞങ്ങൾ കഷ്ടം സഹിക്കുന്നു, പക്ഷേ ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. സകല വിധത്തിലും ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, പക്ഷേ നിരാശയില്ല. സകല വിധത്തിലും ഉപദ്രവങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നു, പക്ഷേ ഉപേക്ഷിക്കപ്പെടുന്നില്ല. സ്തോത്രം. വീണ് കിടക്കുകയാണ്, പക്ഷേ അഴുകി നശിച്ചു പോകുന്നില്ല. സ്തോത്രം. ഇങ്ങനെ ഉള്ള വല്ലാത്ത തിക്തമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ യാത്ര. പക്ഷേ അതിൻ്റെ നടുവിലും അവൻ്റെ മനസ്സ് പതറിപ്പോകാതെ യേശുക്രിസ്തുവിൽ നങ്കൂരമിട്ടിരിക്കും. സ്തോത്രം. ക്രിസ്തുവിൽ നങ്കൂരമിട്ടിരിക്കും. There are innumerable issues in our lives, but a true Christian, he will be anchored in Christ. That's why Christian hope is called the anchor of our soul or our spirit. അതുകൊണ്ടാണ് ക്രിസ്തീയ പ്രത്യാശയെ ആത്മാവിൻ്റെ നങ്കൂരം എന്ന് വിളിക്കുന്നത്. നങ്കൂരം നമുക്കറിയാമല്ലോ, ആടി ഉലയുന്ന, അലറിയടുക്കുന്ന, കുപതയായിരിക്കുന്ന സമുദ്രത്തിൽ ആ വെള്ളത്തിന്റെ ഓളങ്ങളിൽ ആടി ഉലയുന്ന കപ്പലിനെ ഉലയാതെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തുന്ന വലിയ ഭാരമുള്ളതും ഒത്തിരി ആഴത്തിൽ ചെന്ന് ചെളിയിൽ
പൊതഞ്ഞ് ഇരുന്ന് കപ്പലിനെ പിടിച്ചിരുത്താൻ കഴിവുള്ളതുമായ നങ്കൂരം. സ്തോത്രം. അപ്പൊ നങ്കൂരം ഇട്ടതുകൊണ്ട് കാറ്റടങ്ങുമോ? ഇല്ല. തിരമാല ശാന്തമാകുമോ? ഇല്ല. സ്തോത്രം. നങ്കൂരമിട്ടതുകൊണ്ട് കാറ്റും കടലും തിരയും ഒന്നും അടങ്ങത്തില്ല. പക്ഷേ അതെല്ലാം അപ്പോഴും സംഹാര താണ്ഡവം ആടുമ്പോഴും ഈ നങ്കൂരമിട്ടതുകൊണ്ട് കപ്പൽ അനങ്ങാതെ നിന്നോളും. സ്തോത്രം. ഇതുപോലെ നമ്മുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുന്ന തിരമാലകൾ, പ്രശ്നങ്ങൾ, അത് ഓരോ രീതിയിലാകാം. ചിലത് സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടാകാം, ചിലത് രോഗങ്ങളായിട്ടാകാം, ചിലത് വേറെ ചില പ്രശ്നങ്ങളായിട്ടാകാം. ഓരോ രീതിയിൽ നാം ഒക്കെ അത് അനുഭവിക്കുന്നുണ്ടാകും. അങ്ങനെ വിവിധ നിലകളിൽ നമ്മുടെ വിശ്വാസ പടകിന് നേരെ ആഞ്ഞടിക്കുന്ന ഓളങ്ങളും തിരമാലകളും. പക്ഷേ അതൊന്നും നമ്മെ മുക്കിക്കളയില്ല. കാരണം ഇതിൻ്റെ എല്ലാം നടുവിലും നമ്മെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു ആങ്കർ, ഒരു നങ്കൂരമുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരം. അതാണ് നമുക്ക് ക്രിസ്തുവിലുള്ള പ്രത്യാശ. അതാണ് താഴെയുള്ള വാക്യങ്ങളിലും പൗലോസ് പറയുന്നത്. സ്തോത്രം. ആ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം പിന്നെയും കൃപ ചെയ്യട്ടെ. ഓളങ്ങളും തിരമാലകളും ഒക്കെ വന്നടിക്കട്ടെ. പക്ഷേ നാം ദൈവത്തിൻ്റെ വചനത്തിൽ നങ്കൂരമിട്ടവരാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരാണെങ്കിൽ, പെരുമഴ പെയ്താലും വെള്ളം പൊങ്ങിയാലും കാറ്റടിച്ചാലും ഈ വചനം എന്ന പാറയിൽ നങ്കൂരമിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്ന വീടിനൊരു ചാഞ്ചല്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് ചഞ്ചലതകൾ മാറി നമുക്കും സ്തോത്രം നിത്യനായ ദൈവത്തെ പ്രത്യാശിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കഴിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് അല്പം നീണ്ട മുഖവുരയ്ക്ക് ഇവിടെ വിരാമം കുറിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ച, അതാണ് നാം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലിറ്ററൽ 1000 years reign of the Messiah on this very physical earth. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള 1000 ആണ്ട് വാഴ്ച ഇസ്രായേൽ ജനത്തിൻ്റെ, യേശുവിൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യാശയായിരുന്നു, പ്രതീക്ഷയായിരുന്നു. അത് നമുക്കറിയാവുന്ന ഒരു വാക്യം, അപ്പോസ്തലപ്രവൃത്തികൾ 1:6 വാക്യം, Acts 1:6. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. സ്തോത്രം. യേശുവിനോട് കൂടെ നടന്ന യഹൂദ പശ്ചാത്തലത്തിലുള്ള ശിഷ്യന്മാരുടെ ഏതാണ്ട് അവസാനത്തെ ചോദ്യം, ഭൂമിയിലായിരുന്ന യേശുവിനോടുള്ള അവരുടെ അവസാനത്തെ ചോദ്യം. കഴിഞ്ഞ 3 കൊല്ലത്തിലധികമായിട്ട് ക്രിസ്തുവിനോട് കൂടെ അവർ നടന്നു, ശുശ്രൂഷകളൊക്കെ കണ്ടു, ഇവരും ചെയ്തു.
യേശുവിൻ്റെ ആഴമേറിയ പഠിപ്പിക്കലുകളെ അവർ കേട്ടു. സ്വകാര്യമായി കർത്താവ് അവരോട് ഉപമകളുടെ അർത്ഥം, രഹസ്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഏറ്റവും ഒടുവിൽ അവർ യേശുവിൻ്റെ ക്രൂശ് മരണം കണ്ടു, ഉയർത്തെഴുന്നേൽപ്പ് കണ്ടു. അവർ അതിന് സാക്ഷികളാണ്. ഇതൊക്കെ ആയിട്ടും ഇപ്പോഴും അവരുടെ മനസ്സിൽ കിടക്കുന്നത് ഈ കാലത്തിലാണോ, അതായത് അവരുടെ ജീവകാലത്ത് തന്നെ യേശുക്രിസ്തു യഹൂദന് വേണ്ടി രാജ്യസ്ഥാപനം നടത്തുമോ? ഇതവരുടെ പ്രതീക്ഷയായിരുന്നു. ഇസ്രായേലിൻ്റെ എക്കാലത്തെയും വലിയ രണ്ട് പ്രതീക്ഷകൾ, the utmost anticipation of Israel ever in their history. One was their own government, and the other one living freely in their territory without any fear. These were their two major expectations. Even now, an independent government and a free residence in their territory. ഇസ്രായേലിൻ്റെ എക്കാലത്തെയും വലിയ രണ്ട് പ്രതീക്ഷകൾ. ഒന്ന്, അവരുടെ വാഗ്ദത്ത ദേശത്ത് സ്വാതന്ത്ര്യത്തോടുകൂടെ കഴിയുക, നിർഭയരായി കഴിയുക. രണ്ട്, സ്വന്തമായ ഒരു രാജാവ്, ഒരു ഭരണാധിപൻ, ഒരു സർക്കാർ അവർക്കുണ്ടായിരിക്കുക. സ്വന്തമായ ദേശത്ത് സ്വാതന്ത്ര്യമായി കഴിയുക, അവിടെ അവർ വേറെ ആർക്കും അടിമകളാകാതെ അവരുടെ സ്വന്തമായ രാജാവ് അവരെ ഭരിക്കുക. സ്തോത്രം. യേശുക്രിസ്തുവിന് മുമ്പും യേശുവിന് പിമ്പും ഇസ്രായേൽ മക്കളുടെ പ്രതീക്ഷയായിരുന്നത്. ഈ രണ്ട് അതിപ്രധാനമായ ഇസ്രായേലിയ പ്രതീക്ഷകളുടെ അകത്തളത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷ ഗ്രന്ഥരചന ആരംഭിക്കുന്നത്. മത്തായി 1:1 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അബ്രഹാമിന്റെ പുത്രനായ അല്ലെങ്കിൽ സന്തതിയായ, ദാവീദിന്റെ പുത്രൻ അല്ലെങ്കിൽ സന്തതിയായ യേശുക്രിസ്തുവിന്റെ വംശാവലി. യഹൂദന്റെ പ്രതീക്ഷയുടെ നാടിയലാണ് മത്തായി ആദ്യം കയറിപ്പിടിക്കുന്നത്. മത്തായി 1:1 എന്ന് പറയുന്നത് യഹൂദന്റെ നാടിമിടിപ്പ. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ഈ ദേശത്ത് ആരുടെയും ഒത്താശ കൂടാതെ, ആരെയും ഭയപ്പെടാതെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണം. 2, ഞങ്ങൾക്ക് ആർക്കും അടിമപ്പെടാതെ ഞങ്ങളാൽ തന്നെ ഭരിക്കപ്പെടണം. പിൽക്കാലത്ത് ഈ പ്രതീക്ഷ അവർക്ക് ആദ്യം മുതലേ ഉണ്ട്.
പിൽക്കാലത്ത് അവരുടെ ആ പ്രതീക്ഷയും കാത്തിരിപ്പും കുറെ കൂടെ സ്പെസിഫിക്കായി, കുറെ കൂടെ കൃത്യതയിലേക്ക് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഞങ്ങളെ ഭരിക്കുവാനായിട്ട് ഉള്ള ഞങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് ദൈവം ദാവീദിന് വാഗ്ദത്തം ചെയ്ത സന്തതിയാണ്. ഞങ്ങളെ ഞങ്ങളുടെ സ്വന്തം ദേശത്ത് സ്വാതന്ത്ര്യത്തോടെ വസിക്കുമാറാക്കുന്നത് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത സന്തതിയും, ഞങ്ങളെ സർവ സ്വാതന്ത്ര്യത്തിൽ സമൃദ്ധിയിലും സാഹോദര്യത്തിലും ഭരിച്ചു കൊണ്ടുപോകുന്നത് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത സന്തതിയും. അങ്ങനെ ആ മശിഹായുടെ പേര് അബ്രഹാമിന്റെ സന്തതി എന്നും ദാവീദിന്റെ സന്തതി എന്നുമായി. സ്തോത്രം. അവരുടെ പ്രതീക്ഷയിലേക്കാണ് മത്തായി വിരൽ ചൂണ്ടിയത്. നിങ്ങൾ നൂറ്റാണ്ടുകളായി കാത്തിരുന്ന അബ്രഹാമിന്റെ സന്തതി ഇതാ വന്നിരിക്കുന്നു. നിങ്ങൾ നൂറ്റാണ്ടുകളായി ശ്വാസം അടക്കിപ്പിടിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന, ഭരണം നടത്തുവാൻ ഏക അധിപതിയായ, ഏക യോഗ്യനായ ദാവീദിന്റെ പുത്രൻ ഇതാ പിറവിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. മനസ്സിലായല്ലോ? അപ്പൊ മത്തായി എന്താ പറഞ്ഞത്? ജീസസ് ആസ് the seed or son or descendant of Abraham, he is the right heir for the land Abraham purchased with his money and the land which was promised to him by the Almighty God. Got it? യേശുക്രിസ്തുവിനെ അബ്രഹാമിന്റെ സന്തതി എന്ന് മത്തായി ഇവിടെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവതരിപ്പിച്ചതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഇതാ അബ്രഹാം വില കൊടുത്തു വാങ്ങിയ മക്പേലാ ഗുഹ ഉൾപ്പെടുന്ന ദേശം സർവശക്തനായ ദൈവം നമ്മുടെ പിതാവായ അബ്രഹാമിന് ശാശ്വതാവകാശമായി കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദേശത്തിന്റെ ശരിയായ യോഗ്യനായ അധികാരിയായി വന്നിരിക്കുന്നവൻ ആരാണവൻ? അബ്രഹാമിന്റെ സന്തതി. അബ്രഹാമിന്റെ സന്തതി. യേശു അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായല്ലോ? പലസ്തീൻ നാടിന്റെ, ഇന്ന് പലസ്തീൻ നാടിന്റെ എന്നൊക്കെ പറഞ്ഞാൽ വെടിവെക്കും. എന്നാൽ വേദപുസ്തക ഭാഷ ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ പലസ്തീനുമായിട്ട് ഈ പലസ്തീനെ കൂട്ടി യോജിപ്പിക്കേണ്ട. വേദപുസ്തകം പറയുന്ന പലസ്തീൻ, വാഗ്ദത്ത നാട്, കനാൻ നാട്. സ്തോത്രം. അപ്പോൾ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ആ നാടിന്റെ യഥാർത്ഥ അവകാശിയായിട്ട് ഇതാ അബ്രഹാമിന്റെ സന്തതി വന്നിരിക്കുന്നു. അബ്രഹാമിന് ആ ദേശം 2 രീതിയിൽ അവകാശപ്പെട്ടതാ. ഒന്ന് വാഗ്ദത്തം നിമിത്തം, മറ്റൊന്ന് ആധാരം അബ്രഹാമിന്റെ പേരില.
ആധാരം അബ്രഹാമിന്റെ പേരിൽ. അബ്രഹാമിന്റെ പേരിലാണെന്നും പറഞ്ഞ് അബ്രഹാമിന് ഒത്തിരി മക്കൾ ഉണ്ടായിരുന്നല്ലോ. അവർക്കാർക്കും വന്ന് അവകാശം പറയാനും പറ്റത്തില്ല. കാരണം അബ്രഹാമിന്റെ യാതൊരു ഭാര്യയെയാണോ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ അടക്കം ചെയ്തത്, അവളുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഈ കനാൻ നാട്. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. അബ്രഹാമിന് പല മക്കളുണ്ട്, പക്ഷെ അവർക്ക് എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതല്ല ഈ ദേശം, ഈ ഭൂപ്രദേശം. ആർക്കു വേണ്ടി അത് വിലയ്ക്ക് വാങ്ങിയോ, ആരുടെ ജഡം അതിൽ അടക്കം ചെയ്തുവോ, അവളുടെ മക്കൾക്കും പരമ്പരകൾക്കും ഉള്ളതാണ്. അങ്ങനെ മത്തായി പറയുകയാണ്, യേശു അബ്രഹാമിന്റെ സന്തതി എന്ന് വെച്ചാൽ പലസ്തീൻ നാടിന്റെ യഥാർത്ഥ അവകാശി യേശുവാണ്. മറ്റൊന്ന് ദാവീദിന്റെ സന്തതി. ദാവീദിന്റെ സന്തതി എന്ന് വെച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ശരിയായും യോഗ്യത ഉള്ളവൻ. സ്തോത്രം. യഥാർത്ഥ യോഗ്യതയുള്ളവൻ. ആരാണ് യഥാർത്ഥ യോഗ്യതയുള്ളവൻ? ആ വാഗ്ദത്തം ഏറ്റവും ആദ്യം ലഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ 2 പ്രവചനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും. ഒന്ന് അബ്രഹാമിനോട് തന്നെ പറഞ്ഞതാണ്, നിന്റെ സന്തതി. ആ സന്തതി യേശുക്രിസ്തുവാണെന്ന് ഗലാത്യർ 3:16 നിന്ന് നമ്മൾ പല പ്രാവശ്യം വായിച്ചു പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. മറന്നുപോയവർക്കോ അന്ന് ഇല്ലാതിരുന്നവർക്കോ വേണ്ടി റെഫറൻസ് പറയുന്നുവെന്ന് മാത്രം. അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഗലാത്യർ 3:16. സ്തോത്രം. രണ്ടാമതൊരു വാഗ്ദത്തം. ഒന്നാമത്തെ വാഗ്ദത്തം അബ്രഹാമിന്. രണ്ടാമത്തെ വാഗ്ദത്തം യാക്കോബ് അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് ഓരോ മക്കളെയും വിളിച്ച് ഭാവി സംബന്ധിച്ച് അവരെ അനുഗ്രഹിച്ചു. ആ കൂട്ടത്തിൽ ഉൽപ്പത്തി 49:8 വാക്യം വായിച്ചാട്ടെ. 49:8. യഹൂദയെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ ഇരിക്കും, അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീര പിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആർ അവനെ എഴുന്നേൽപ്പിക്കും? അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോട് ആകും. സ്തോത്രം. യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കളെ ഓരോരുത്തരെ വിളിച്ച് അവരുടെ ഭാവി സംബന്ധിച്ച് പ്രവചിക്കുകയോ അനുഗ്രഹിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ 4ാമത്തെ മകനായ യഹൂദയെ വിളിച്ച് പറഞ്ഞ കാര്യമാണ് നമ്മൾ കേട്ടത്. അവിടെ യഹൂദ ഗോത്രമാണ് തങ്ങളുടെ സഹോദരന്മാരെ ഉൾപ്പെടെ ഉള്ളവരെയൊക്കെ ഭരിക്കുന്ന രാജകീയ ഗോത്രം എന്ന് ഇവിടെ യാക്കോബ് പ്രവചിച്ചു പറയുന്നു. The royal tribe will be the tribe of Judah, even over his own brothers. So God gave the promises of 2 seeds, one to Abraham
And Galatians 3:16 says that seed of Abraham was Jesus Christ. And as the Abraham's seed, Jesus Christ is the rightful heir of Palestine, the land. And another promise was given through Jacob to Judah about Judah be the royal tribe. The royal tribe. സ്തോത്രം. യൂദ രാജകീയ ഗോത്രം ആയിരിക്കും എന്ന് ഇവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. സ്തോത്രം. രാജകീയ ഗോത്രം ആയിരിക്കുമെന്ന്. അതാണ് നാം ഇവിടെ കാണുന്നത്. വിശേഷിച്ച് അതിൻ്റെ 10ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, എസ്പെഷ്യലി ഇൻ വേഴ്സ് നമ്പർ 10, God said through Jacob, യാക്കോബിലൂടെ ദൈവം അരുളി ചെയ്ത കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. നാം ഇവിടെ കാണുന്നത്. അപ്പോ അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ്, സ്കെപ്ചർ, അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ആരായി അവകാശമുള്ളവൻ? ക്രിസ്തു. അവിടെ നിന്നും പിന്നിങ്ങോട്ട് വന്നാൽ 2 സാമുവേൽ 7, 2 ശമൂവേൽ 7-ാം അധ്യായത്തിലാണ്. അതിനു മുമ്പൊക്കെ സൂചനകൾ പലതും ഉണ്ടെങ്കിലും വ്യക്തതയാർന്ന ഭാഗം മാത്രം നമ്മൾ ചൂണ്ടിക്കാണിച്ചു പോകുന്നു. അവിടെയാണ് ഡേവിഡിക് കവനന്റ്, ദാവീദ്യ ഉടമ്പടി എന്ന് വിളിക്കപ്പെടുന്നത്. ഡേവിഡിക് കവനന്റ്, ദാവീദ്യ ഉടമ്പടിയാണ്. അവിടെ ദൈവം ദാവീദിന് വാഗ്ദത്തം ചെയ്യുന്നു. സ്തോത്രം. അതിൻ്റെ 11 മുതൽ 11, 12, 13. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്കൊരു ഗ്രഹം ഉണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിനൊരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലെങ്കിൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ഇവയാണ് ദാവീദ്യ ഉടമ്പടി എന്ന് വിളിക്കുന്നത്. ഡേവിഡിക് കവനന്റ്. ദാവീദിനോട് ദൈവം ഉടമ്പടി ചെയ്യുന്നു, വാഗ്ദത്തം ചെയ്യുന്നു. എന്താ ദാവീദിന് കൊടുക്കുന്ന ഉടമ്പടി അല്ലെങ്കിൽ ദാവീദിന് കൊടുക്കുന്ന വാഗ്ദത്തം? എ പെർമനന്റ് ഓർ ആൻ ഇറ്റേണൽ throne and a seed or a son. മാറ്റമില്ലാത്ത ഒരു നിത്യമായ സിംഹാസനം, അതിൽ ഒഴിയാതെ ഇരിക്കുവാനുള്ള ഒരു സന്തതി. സ്തോത്രം. 60-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം, സാംസ് 60:6. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സൂക്കോത്ത് താഴ്വരെ അളക്കും. ഇനിയും സങ്കീർത്തനം തന്നെ 89,
വേഴ്സ് നമ്പർ 3, 3-ാം വാക്യം. എന്റെ വൃതനോട് ഞാൻ ഒരു നിയമവും എന്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യവും കൂടെ. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും. ഇതാണ് ഡേവിഡിക് കവനന്റ്, ദാവീദ്യ ഉടമ്പടി. എന്താ? ഒരു സന്തതി, മറ്റൊന്ന് സിംഹാസനം. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം തന്നെ. ഇസ്രായേലിലെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, ദാവീദ്, അത് കഴിഞ്ഞിട്ട് ശലോമോൻ. ശലോമോന്റെ ഭരണകാലം കഴിഞ്ഞ് ഇസ്രായേൽ 10 ഗോത്രങ്ങളും 2 ഗോത്രങ്ങളുമായിട്ട് പിരിഞ്ഞു. ഈ വാഗ്ദത്തം വെച്ചുകൊണ്ട് കർത്താവ് ദാവീദിനോട് ചെയ്ത ഈ ഉടമ്പടി വെച്ചുകൊണ്ട് ശലോമോന്റെ മകനായ രഹോബയാബിന്റെയും പാപങ്ങളെ ദൈവം കണക്കിടാതെ തന്നെ 2 ഗോത്രങ്ങൾ ഈ ദാവീദിന് ദൈവം കൊടുത്തു. ബാക്കി 10 ഗോത്രങ്ങളെ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തു. അന്നേരം കൊടുത്തത് യൊരോബയാം എന്ന ഒരുവനാണ്. എന്നാൽ നോക്കണേ, 2 ഗോത്രങ്ങൾ മാത്രമുള്ള യഹൂദയിൽ ദാവീദ്യ സന്തതികളല്ലാതെ ആരും ഭരണം നടത്തിയിട്ടില്ല. അതിനെയാണ് ഡേവിഡിക് ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നത്. There was only one dynasty in Judah as per this particular promise. ഈ വാഗ്ദത്തം വെച്ചുകൊണ്ട്, സ്തോത്രം, ഈ വാഗ്ദത്തം വെച്ചുകൊണ്ട് ദൈവം ദാവീദിന്റെ സന്തതിക്ക് മാത്രമാണ് യഹൂദയിൽ ഭരണം നടത്തുവാൻ അനുവാദം നൽകിയത്. അതേസമയം 10 ഗോത്രങ്ങൾ ഉണ്ടായിരുന്ന വടക്കേ രാജ്യം അഥവാ ഇസ്രായേലിൽ 4 തലമുറ വരെ മാക്സിമം ഭരണം നടത്തിയിട്ടേ ഉള്ളൂ ഏതെങ്കിലും ഒരു രാജവംശം. അതിനുശേഷം മറ്റ് രാജവംശങ്ങളിലേക്ക് അത് ചിതറിപ്പോയി. എന്ന് വെച്ചാൽ ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി ദൈവം ഇതുവരെ നിവർത്തിച്ചു. ഒരു വാക്യവും കൂടെ 89-ാം സങ്കീർത്തനത്തിൽ നിന്നും നമുക്ക് വായിക്കാം. 35. ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു, ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. സ്തോത്രം. അതുകൊണ്ടാണ് നാം 60-ാം സങ്കീർത്തനത്തിലൊക്കെ വായിച്ചത്, ദാവീദിനോട് ദൈവം ചെയ്ത നിയമം ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തു. ദാവീദിനോട് കർത്താവ് ഭോഷ്ക് പറയുകയില്ല. ഇപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അബ്രഹാമിന് ഒരു സന്തതിയെയും ഒരു ദേശത്തെയും കർത്താവ് വാഗ്ദത്തം ചെയ്തു. ആ ദേശം അക്ഷരികമായി ഇസ്രായേൽ ദേശമാണ്. ഇന്ന് നമ്മളിത് സംസാരിക്കുന്ന ഈ ദിവസം ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശം മുഴുവനും ഇസ്രായേലിന്റെ പക്ഷത്തില്ല. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അവിടെ യുദ്ധം നടക്കുന്നതും. 2, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതി യേശുവാണെന്ന് നമ്മൾ ഗലാത്യർ 3:16 നിന്നും കണ്ടു. ഇന്ന് വായിച്ചില്ലെങ്കിലും നേരത്തെ വായിച്ചിട്ടുണ്ട്. 2, യഹൂദയോട് യാക്കോബ് മരണസമയത്ത് വാഗ്ദത്തം ചെയ്തു, യഹൂദ ഗോത്രത്തിൽ നിന്ന് സകലരെയും ഭരിക്കുവാൻ അധികാരമുള്ളവൻ എഴുന്നേൽക്കും.
ചെങ്കോൽ അവന്റെ കയ്യിലായിരിക്കും. ജാതികളെ അല്ലെങ്കിൽ ജാതികളുടെ ഭയം അവനോടാകും. സഹോദരന്മാരുടെ ഇടയിലും അവൻ തന്നെ രാജാവായിരിക്കും. അത് നമ്മൾ ഉൽപ്പത്തി 49 8, 9, 10 വാക്യങ്ങളിൽ നിന്ന് കണ്ടു. പിന്നെ വരുമ്പോഴാണ് 2 ശമൂവേൽ 7 അധ്യായത്തിൽ ദാവീദിനോട് ദൈവം ചെയ്യുന്ന വാഗ്ദത്തം. ദാവീദിന്റെ സിംഹാസനത്തെ സ്ഥിരപ്പെടുത്തും, സന്തതിയെയും സ്ഥിരപ്പെടുത്തും. അത് 606 BC വരെ, BC 606, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് 606 വർഷം വരെ ദൈവം വിശ്വസ്തയോടെ നിവർത്തിച്ചു. പക്ഷേ ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ജാതികളുടെ കാലം തുടങ്ങിയത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Time of Gentiles started by 606 BC as God gave his own people into the hands of uncircumcised. അത് തുടരുകയാണ്. എന്നാൽ കർത്താവ് തന്റെ വാഗ്ദത്തം മറന്നു കളയുമോ? ഇല്ല. അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത സന്തതി, യഹൂദയോട് ദൈവം വാഗ്ദത്തം ചെയ്ത അവകാശമുള്ളവൻ, ദാവീദിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത സിംഹാസനവും രാജ്യത്വവും സ്ഥിരപ്പെടുത്തും എന്ന് പറഞ്ഞ ദാവീദ് പുത്രൻ, ഇതെല്ലാം ഒറ്റ ഒരാളാണ്. ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറുന്ന ഒരു സമയമാണ് യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ച. സ്തോത്രം. ഈ ഭൂമിയിലെ യേശുവിന്റെ 1000 ആണ്ട് വാഴ്ച. അത് വെച്ചുകൊണ്ടാണ് യേശുവിന്റെ കൂടെ നടന്ന, ജീവന്റെ പുസ്തകത്തിൽ പേരൊക്കെയുള്ള, ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം ലഭിച്ച, രോഗികളെ സൗഖ്യമാക്കുവാൻ അഭിഷേകം ഒക്കെ ലഭിച്ച ശിഷ്യന്മാരും ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് ചോദിച്ചത്, ഈ കാലത്തിലാണോ നമ്മളിപ്പോൾ ചിന്തിച്ച വാഗ്ദത്തങ്ങൾക്കൊക്കെ അനുസരിച്ചുള്ള ഇസ്രായേലിന്റെ രാജ്യ യഥാസ്ഥാപനം നടത്താൻ പോകുന്നത്? അതോ ഞങ്ങൾ ഇനിയും കാത്തിരിക്കണോ? സ്തോത്രം. കർത്താവ് അവരോട് പറഞ്ഞ മറുപടിയൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അത് നമുക്കിവിടെ പ്രസക്തമല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടേക്ക് പോകുന്നില്ല. അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ഉൾപ്പെടെ അബ്രഹാം തുടങ്ങി ഇങ്ങോട്ടുള്ള യഹൂദന്മാരെല്ലാവരും വളരെ ആർത്തിയോടെ കാത്തിരുന്നതാണ് ഒരു മശിഹൈക രാജ്യസ്ഥാപനത്തിനായി. അത് പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ തന്നെ മത്തായി എഴുതി വെച്ചു. അബ്രഹാമിന്റെ സന്തതിയായി, ദാവീദിന്റെ സന്തതിയായി വന്നിരിക്കുന്നവനാണ് ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിച്ച സ്നാപക യോഹന്നാനും അതിനുശേഷം കർത്താവായ യേശുവും പിന്നെ യേശു അയച്ച ശിഷ്യന്മാരും വിളിച്ചു പറഞ്ഞത്, മാനസാന്തരപ്പെടുവീൻ, കാലം തികഞ്ഞിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്തോത്രം. കാലം തികഞ്ഞു, മാനസാന്തരപ്പെടുക,
സുവിശേഷത്തിൽ വിശ്വസിക്കുക. കാരണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ ദൈവരാജ്യം എന്നുള്ളതായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്ന അബ്രഹാമിന്റെ സന്തതിയായി യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ സന്തതിയായി സുസ്ഥിരമായ സിംഹാസനം സ്ഥാപിച്ച് സകലരെയും ഭരിക്കുവാൻ പുറപ്പെടുന്ന ഒരു മശിഹ. ആ മശിഹയുടെ രാജ്യം സമീപിച്ചിരിക്കുന്നു. അതിലേക്ക് പ്രവേശിപ്പാൻ നിങ്ങൾ ഒരുക്കമുള്ളവരാകുവീൻ. സ്തോത്രം. ഈ രാജ്യം എപ്പോഴാണ് ദൈവം തയ്യാറാക്കിയത്? എപ്പോഴാണ് ഈ രാജ്യം ദൈവം തയ്യാറാക്കിയത്? മത്തായി 25:34, മാത്യു 25:34. കിട്ടിയില്ലേ? രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുവിൻ. അപ്പോൾ ദൈവം ഈ രാജ്യം ഒരുക്കിയത് എപ്പോൾ മുതലാ? ലോകസ്ഥാപനം മുതൽ. സ്തോത്രം. എന്ന് വെച്ചാൽ ഈ 1000 ആണ്ട് വാഴ്ചയോ അതേ തുടർന്നുള്ള യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്വമോ ഒന്നും പ്ലാൻ ബിയിൽ പെട്ടതല്ലെന്ന്. ദൈവത്തിന്റെ പ്ലാൻ ബി അല്ല, പ്ലാൻ എ തന്നെയാണ്. സ്തോത്രം. ലോകസ്ഥാപനം മുതലേ ദൈവം ഒരുക്കി വെച്ച ഒരു രാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് യേശുക്രിസ്തുവിലൂടെ ഇവിടെ ദൈവജനമായ ഇസ്രായേലിന് ലഭിക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും വിശദീകരണം? സ്തോത്രം. അങ്ങനെ ഇസ്രായേലിന്റെ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ക്രിസ്തുവിനോട് കൂടെയുള്ള 1000 ആണ്ട് വാഴ്ച. നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുന്നു. അനാദിയായും ശാശ്വതമായും ദൈവമായവൻ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം സമയത്തിന് തുടക്കമിടുന്നു. അതിനുശേഷം ദൈവം എല്ലാം ക്രമീകരിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മരിക്കാനല്ല അവനെ ഉണ്ടാക്കിയത്, ദൈവത്തോടുകൂടെ അനന്തകാലം വസിക്കണം എന്ന ആഗ്രഹത്തോടെയാണ്. പക്ഷേ അനന്തമായി വാഴേണ്ടവൻ പാപം ചെയ്തപ്പോൾ അവന്റെ ആയുസ് 1000 ആണ്ട്, പരമാവധി മാക്സിമം 1000 years എന്ന നിലയിൽ അത് ചുരുങ്ങി. മനുഷ്യൻ വീണ്ടും പാപം ചെയ്തപ്പോൾ ജെനസിസ് 6 ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ 1000 ആണ്ടിനെ ദൈവം 120 കുറച്ചു. മോശയുടെ കാലം വന്നപ്പോൾ സങ്കീർത്തനം 90-ൽ 70, മനുഷ്യന്റെ ആയുസ് ഏറെയായാൽ 80 എന്ന് ചുരുങ്ങി.
അപ്പോൾ 1000-ൽ നിന്ന് നേരെ കുറഞ്ഞ് ഇപ്പോഴത്തെ ആയുർദൈർഘ്യം ഏതാണ്ട് 70-80 വയസ്സുകൾ ആവറേജ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവദാസന്റെ അമ്മ, നമ്മുടെ എബ്രഹാം ജോസഫ് പാസ്റ്ററിന്റെയൊക്കെ അടുത്ത, പക്ഷേ അത് നിനക്ക് അറിയാമായിരിക്കും, ഇന്നൊരമ്മച്ചി മരിച്ചു. 107 വയസ്സായിരുന്നു. 107. കുറേയേറെ നാൾ ഇവിടെ ബോംബെയിലുണ്ടായിരുന്നു അമ്മച്ചി, ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒടുവിൽ നാട്ടിലായിരുന്നു, കല്ലിശ്ശേരി ഭാഗത്ത്. അപ്പോൾ ചുരുക്കം ചിലരേ ഉള്ളൂ ആ ആയുസിലെത്തുന്നത്. എന്നാൽ ആവറേജ് ഒരു ശരാശരിയൊക്കെ മോശ പറഞ്ഞതുപോലെ 70-80 ഒക്കെ. എന്നാൽ ഇനിയും കർത്താവ് ഇതിനെ റിവേഴ്സ് ചെയ്യുകയാണ്, ഇതിനെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഒറ്റയടിക്ക് അനന്തതയിലേക്ക്, നിത്യതയിലേക്ക് കൊണ്ടുപോകാതെ റിവേഴ്സ് ഗിയറിൽ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഇതിനു മുമ്പുണ്ടായിരുന്ന 1000 ആണ്ടത്തേക്ക് മനുഷ്യന്റെ ആയുസിനെ കൊണ്ടുപോവുകയാണ്. കാലാവസ്ഥയൊക്കെ അതിനനുസൃതമായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് അവസാനിക്കാത്ത നിത്യത ആരംഭിക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞത് ആവർത്തിക്കുന്നു. നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ കാത്തിരിപ്പ് 1000 ആണ്ടിന് വേണ്ടിയല്ല, അതിനുശേഷമുള്ള നിത്യതയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. നമുക്ക് ആയുധനായിട്ട് ഒരുങ്ങാം, നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് നമുക്ക് വിധേയപ്പെടാം. ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ സ്വീകരിച്ച് പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ആത്മനിറവോടെ കർത്താവിന്റെ വരവിനായി വിശുദ്ധിയോടെ കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.